പൊതുജനങ്ങൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഒരു ആധുനികമായിട്ടുള്ള ഗതാഗത സംസ്കാരം കേരളത്തിൽ അടിയന്തരമായി നടപ്പിൽ വരുത്തുക എന്നുള്ളതിൻ്റെ കൂടി വിശകലനത്തിൻ്റെ ഭാഗമായി തുടങ്ങിയതാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ. ഇന്നിപ്പോൾ 17ാമത്തെ ഡ്രൈവിംഗ് സ്കൂളാണ് KSRTCക്ക് വെള്ളനാട് നമ്മൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA സ്റ്റീഫൻ സാറാണ്. KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളിലോട്ടുള്ള ഈ ഒരു കാൽവയ്പ് നമ്മൾ അതിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ലാഭനഷ്ട കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഉദ്ദേശം 1.15 കോടിയോളം രൂപയാണ്. അതും പല സ്ഥലങ്ങളിലും ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടില്ല, എന്നിട്ടും KSRTCക്ക് നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഉപരി KSRTCയിൽ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്ത് വളരെ വിജയകരമായിട്ടാണ് ഓരോ കാൻഡിഡേറ്റും പുറത്തു വരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ വ്യക്തമായ അതിൻ്റെ കണക്കുകളുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സാധാരണ ജനങ്ങളുമായി ദൈനംദിനം ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് KSRTC എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ സ്ഥാപനം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം, KSRTC നഷ്ടത്തിലാണെന്നുള്ള അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരുന്നു. ഏതൊരു സ്ഥാപനവും ലാഭത്തിലാകുന്ന എങ്ങനെയാണ്? സാമൂഹ്യ പ്രതിബദ്ധത ഏത് സ്ഥാപനത്തിന് നഷ്ടമാകുന്നോ അവിടെ ലാഭം ഉണ്ടാകും. KSRTCയെ ലാഭത്തിലെത്തിക്കാൻ അവരുടെ ഡയറക്ടർ ബോർഡ് അരമണിക്കൂർ വിചാരിച്ചാൽ ഇത് ലാഭത്തിലാവും. അരമണിക്കൂർ വിചാരിച്ചാൽ മതി, അതിനുള്ള മാർഗമുണ്ട്. പക്ഷെ അങ്ങനെ അവർ ചെയ്താൽ സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള വാക്ക് അതോടുകൂടി അലിഞ്ഞു മാറും. നിങ്ങൾ ഞാനും ആഗ്രഹിക്കുന്നത് എന്താ? സാമൂഹിക പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായിട്ട് ഈ പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തിക്കണം. അപ്പോൾ നമുക്ക് KSRTC ഏറ്റെടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ? 48 ലക്ഷം കുട്ടികൾക്ക് കൺസെഷൻ എത്രയാ? 4 ചാർജ് ഈടാക്കുന്നുള്ളൂ. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നതിൽ 75% വിദ്യാർത്ഥികളായിരിക്കും. അവരെ കൊണ്ടുപോകണം. KSRTCക്ക് ലാഭം ഉണ്ടാവുമോ? ഡീസലിന്റെ വില ഈ ഒരു 5-6 വർഷത്തിന് മുമ്പുണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലേക്ക് കുതിച്ചു. ഇരട്ടിയിൽ കൂടുതൽ ഡീസൽ വില കുതിച്ചു വരുന്നു. ഡീസൽ വില കുതിച്ചു വരുന്ന അതേ അളവിൽ ടിക്കറ്റ് ചാർജ് ഇവർ വർദ്ധിപ്പിച്ചോ? ഡീസൽ 50 രൂപയ്ക്ക് കിട്ടിയപ്പോൾ നമ്മൾ ഒരു യാത്രയ്ക്ക് 20 രൂപയാണ് ഉപയോഗിച്ചതെങ്കിൽ ഡീസൽ 100 രൂപയായാൽ ഇവരതിന് 40 രൂപ ഈടാക്കണമല്ലോ. കണക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് 40 രൂപ ഈടാക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഡീസൽ വില വർദ്ധിച്ചതിനനുസരിച്ച് KSRTC അതിനനുസരിച്ച്, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് സൂക്ഷിച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, അനുസരിച്ച് അവര് തുക വർദ്ധിപ്പിച്ചില്ല, ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചില്ല. അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ വെളുപ്പാങ്കാലം ധാരാളം യാത്രക്കാർ കിട്ടാത്ത സമയങ്ങളിൽ ആരാ ബസ് ഓടിക്കുന്നത്? ഇവിടുത്തെ പ്രൈവറ്റ് റൂട്ടുകാർ ആരെങ്കിലും ഓടിക്കുന്നുണ്ടോ? സ്വകാര്യ മുതലാളിമാർ ആരെങ്കിലും ആ സമയത്ത് ഓടിക്കുന്നുണ്ടോ? ആ സമയത്ത് ഓടിക്കുന്നത് KSRTC ആണ്. അപ്പൊ ഞങ്ങളെല്ലാം പണ്ട് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നിശ സർവീസ് ഉണ്ട്. അത് 12:30-ക്കാണ് കാട്ടാക്കടയിൽ വരുന്നത്. സ്വാഭാവികമായും അന്ന് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇനി കളക്ഷൻ ഇല്ലാത്ത സർവീസ്, ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ജോലി കഴിഞ്ഞ് കാട്ടാക്കടയിൽ എത്തിച്ചേരുന്ന ഒരാൾ, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വെള്ളനാട് എത്തിച്ചേരുന്ന ഒരാൾ, അയാൾക്ക് വിതിരയിലോ അല്ലെങ്കിൽ അയാൾക്ക് അമ്പൂരിയിലോ പോകണം. ആരെയാണ് ആശ്രയിക്കുന്നത്? KSRTC. ബസ് നിറഞ്ഞ ആളുണ്ടാവും ആ സമയത്ത്? ഇല്ല. ഉള്ള ആളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നില്ല KSRTC? എത്തിക്കുന്നുണ്ട്. ഈ നിലയിൽ സാമൂഹിക പ്രതിബദ്ധത. പിന്നെ കൊടുക്കുന്ന പാസുകൾ, ഫ്രീഡം ഫൈറ്റർക്ക് പാസ് കൊടുക്കും, മാനവരോഗിക്ക് പാസ് കൊടുക്കും, എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമ്മൾ KSRTC കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് KSRTC നഷ്ടം. അല്ലെങ്കിൽ KSRTCക്ക് നഷ്ടത്തിനൊന്നും പോകേണ്ടി വരില്ല.